ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു ഐസുബി. ICT ആൻഡ് സ്കൂൾ സോഫ്റ്റ്വെയർസ് എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതും പ്രധാനപ്പെട്ടതുമായ ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്ത് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ടക്സ് പെയിൻറ്റ്. പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ ടക്സ് പെയിൻറ്റ് ഉപയോഗിച്ച് ചിത്രീകരിക്കാനാകും. കുട്ടികളുടെ ചിത്രരചനാശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് ടക്സ് പെയിൻറ്റ്. അടുത്ത വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ആണ് GCompress. എന്താണ് GCompress? 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് GCompress. ഇവിടെ കളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകാൻ GCompress സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. അടുത്ത സോഫ്റ്റ്വെയർ ആണ് GeoGebra. മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയർ. ഓക്കെ, GeoGebra. ജ്യാമിതീയ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജിയോമെട്രി, അതുമായിട്ട് ബന്ധപ്പെട്ട രൂപങ്ങൾ വരയ്ക്കുക, അതിനെ നിരീക്ഷിക്കുക, അതിനൊക്കെ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ. 4ാമത്തെ സോഫ്റ്റ്വെയർ ആണ് FET ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻസ്. ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രെയിൻ ഒന്നുകൂടെ ആക്റ്റീവ് ആവും, സൈലൻ്റ് ആയിട്ട് കേൾക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആവും കേട്ടോ. FET ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻസ് സയൻസ് പഠനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. സയൻസ് പഠനത്തിനായി ഉപയോഗിക്കാവുന്ന ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് FET. സയൻസ് ഫെസ്റ്റ് എന്നൊക്കെ ഓർത്താൽ മതി. സയൻസ് ഫെസ്റ്റ് നമ്മൾ ശാസ്ത്രമേളയൊക്കെ നടത്തില്ലേ, സയൻസ് ഫെസ്റ്റ്. അപ്പോൾ ആ FET അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, സയൻസ് FET. അടുത്ത സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. എന്താണ് സ്റ്റെല്ലേറിയം? സ്റ്റെല്ലേറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാനറ്റോറിയം കണ്ടിട്ടുണ്ടോ? പ്ലാനറ്റോറിയം നമ്മളെ സൗരയൂഥം, സൺ, മൂൺ, അതുപോലെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഇതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു ഇരുട്ട് റൂമിൽ 3D എഫക്റ്റിൽ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലാനറ്റേറിയം. ഇതിൻ്റെ മോഡലിലാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. GPL അനുമതി പത്രമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറാണ് സ്റ്റെല്ലേറിയം. നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെയും പേരും അവയുടെ തിളക്കവും അവയിലേക്കുള്ള ദൂരവും സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ കാര്യം. അപ്പോൾ സൗരയൂഥത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് പ്ലാനറ്റേറിയം മോഡൽ ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. അടുത്തത് നോക്കൂ, ജിയോഗ്രഫി. ആ ടൈറ്റിൽ തന്നെ ഉണ്ടല്ലേ, ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോഗ്രഫി. 7ാമത്തെ സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. ഏതാണ്? മാർബിൾ. ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ ഗ്ലോബ് അല്ലെങ്കിൽ ഭൂപട രൂപങ്ങളിൽ കണ്ടെത്തുന്നതിന് ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. അടുത്ത സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക്. എന്താണ് സൺക്ലോക്ക്? ലോക ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക്. നമുക്കറിയാം, ഭൂമിയുടെ ഒരു സൈഡ് രാത്രിയും ഒരു സൈഡ് പകലുമാണ് അല്ലേ, ഇരുട്ടും വെളിച്ചവുമാണ്. അത് അതേപോലെ തന്നെ ഡിജിറ്റലി കാണിക്കുന്ന, നിഴലും അതുപോലെ വെളിച്ചവുമാക്കി നമ്മൾക്ക് ഡിജിറ്റലി കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ് കാൽസ്യം. പക്ഷേ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, Z ഉണ്ട് അല്ലേ. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം. അപ്പം മൂലകങ്ങളാണ്, അതുപോലെ കെമിസ്ട്രിയും ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത സോഫ്റ്റ്വെയർ ആണ് ജാവ ഹോട്ട് പൊട്ടേറ്റോസ്. കുട്ടികൾക്ക് മൗസ്, കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജാവ ഹോട്ട് പൊട്ടേറ്റോസ്. 11, F Gallery. അടുത്ത സോഫ്റ്റ്വെയർ ആണ് F Gallery. ഗാലറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പടങ്ങൾ, ചിത്രങ്ങൾ, അതൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. അതെ, ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് F Gallery. നമ്മൾ കുട്ടികളോട് ഇപ്പോൾ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കാനൊക്കെ പറയില്ലേ, അതുപോലെ ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് F Gallery. അത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് മാത്രം. ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുമുള്ള സൗകര്യവും F Galleryയിൽ ലഭ്യമാണ്. അടുത്തത് നോക്കൂ, X Learning.
എന്താണ്? എക്സ് ലേണിംഗ്. ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാമാണ് എക്സ് ലേണിംഗ്. അതായത് ടീച്ചേഴ്സിന് പഠന വിഭവങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ മൂല്യനിർണ്ണയ ഉപാധികൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് എക്സ് ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഈ എക്സ് ലേണിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കൂ. ദ എക്സ്ട്രീംലി ഈസി ടു യൂസ് ഇ ലേണിംഗ് അതോറിറ്റി ടൂൾ. ദ എക്സ്ട്രീംലി ഈസി ടു യൂസ് ഇ ലേണിംഗ് അതോറിറ്റി ടൂൾ. വിവിധ തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ പ്രോഗ്രാം ഇ ലേണിംഗ് അധ്യാപകരെ സഹായിക്കുന്നു. അടുത്ത സോഫ്റ്റ്വെയർ സ്ക്രാച്ച്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. സ്ക്രാച്ച്. ഇൻട്രാക്റ്റീവ് ഗെയിമുകൾ, കഥകൾ, ആനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായ സോഫ്റ്റ്വെയറാണ്. ഇൻട്രാക്റ്റീവ് ഗെയിം അല്ലേ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇൻട്രാക്റ്റീവ് ഗെയിംസ് ആണ്. അതുപോലെ അവർക്ക് കഥകൾ ഇഷ്ടമാണ്, ആനിമേഷൻസ് ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രീ ആണ്, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച്. C++ പോലുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് സ്ക്രാച്ചിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കുന്നത്. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ഏതൊക്കെയാണ്? 2 എണ്ണം ഉണ്ട്. അതിലൊന്നാമത്തേത് ഫോഴ്സ് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, FOSS എന്നതിന് അക്രോണിമായിട്ട് ചുരുക്കി വിളിക്കുന്നു. രണ്ടാമത്തേത് ഫ്ലോസ്. ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിൻ്റാണ് കളിപ്പെട്ടി. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കളിപ്പെട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പ്രധാനപ്പെട്ട 15ഓളം സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിച്ചു. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഉപകാരപ്പെട്ടേക്കെന്ന് തോന്നുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.